ഞങ്ങളുടെ ഹോസ്റ്റലിൽ വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. ഇനി ഇവിടുന്ന് പുറത്തിറങ്ങാണ്. ജസ്റ്റ് ഒന്ന് ഒരു ബൈക്കോ റെൻറ്റിന് എടുത്തിട്ടോ അല്ലെങ്കിൽ ഗ്രാബ് പിടിച്ചിട്ടോ അങ്ങനെ 2-3 മാർക്കറ്റുകളുണ്ട്. മാർക്കറ്റും പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത്. ഒറ്റയ്ക്കല്ല യാത്ര. ഇതാണ് ഞങ്ങളുടെ അടുത്ത ഹോസ്റ്റൽ. ഇതിൽ ഏകദേശം 2, 4, 8 ബെഡുണ്ട്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം താഴത്തെ ബെഡുകളാണ്. ഇത് എൻ്റെ ബെഡാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി പുറത്ത് പോകാൻ നിൽക്കുകയാണ്. ഞാൻ ഓൾറെഡി ഹോസ്റ്റലിൽ നിങ്ങൾ പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഇതാണ് കോമൺ ഹോസ്റ്റൽ. അതായത് കോമൺ ബാത്റൂമുകളാണ് ഇതൊക്കെ. ഇത് വാഷ് ഏരിയ, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. ഇത് ടോയ്ലറ്റും കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത്. എല്ലാം കോമൺ ആണ്. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ലോഡ്ജ്. ഫ്ലിപ്പ് സൈഡ് ഹോസ്റ്റൽ എന്നാണ് പേര്. നല്ലൊരു ഹോസ്റ്റലാണ്. ഹോച്ചിമിൻ ടൗണിൽ തന്നെയാണ്. ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയുള്ള വഴിയാണ്. നല്ല ലൈറ്റൊക്കെ പിടിപ്പിച്ച് അടിപൊളി വഴിയാണ് ഹോട്ടലിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ. The back and forth has got me so messed up. Don't ignore the signs. We've had enough of the whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer? എൻ്റെ പിന്നിലൊരു വാഷിംഗ് മെഷീൻ കണ്ടില്ലേ? ഇതാണ് ലോണ്ടറി സർവീസ്. അതായത് നമ്മൾ പുറമേയുള്ള രാജ്യങ്ങളിൽ അധിക ദിവസങ്ങൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി കൂടുതൽ ഡ്രസ്സ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ആ പരിധി കൂടുതൽ ഡ്രസ്സിൽ നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുത്തിട്ട് ഏതെങ്കിലും ദിവസങ്ങളിൽ ഏതെങ്കിലും സ്ഥലങ്ങളിൽ നിൽക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ലോണ്ടറി സർവീസ് യൂസ് ചെയ്യും. ലോണ്ടറി സർവീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചെറിയ $1 $2 നിങ്ങൾക്ക് ഓരോ kg 1 കിലോ തുണി നിങ്ങൾക്ക് അലക്കി ഉണക്കി തരും. അപ്പോൾ അത് ചിലത് മാനുവലാണ്. മാനുവൽ നമ്മൾ തന്നെ ചെയ്യണം. മെഷീൻ മാത്രമേ ഉണ്ടാവുള്ളൂ. മെഷീനിൽ നമ്മൾ പൈസ ഇട്ട് നമ്മൾ തന്നെ ചെയ്യണം. സോപ്പുപൊടിയും കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഇടണം. ചിലയിടത്ത് ഇതേപോലെ ആൾക്കാർ ഹെൽപ്പ് ചെയ്യുന്നുള്ള രീതിയിലുണ്ടാവും. അത് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ കൺട്രി. അപ്പോൾ ഇങ്ങനൊരു ഫെസിലിറ്റിയും പുറമേയുള്ള രാജ്യങ്ങളുണ്ട്. ഞാനാകെ 5 ദിവസത്തെ ട്രിപ്പായിരുന്നുകൊണ്ട് ഞാൻ അധികം ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവിടുന്ന് വാങ്ങിച്ച ഷർട്ടൊക്കെയത് 2 ഷർട്ട് എടുത്തിട്ട് ബാക്കിയൊക്കെ ഇവിടുന്ന് വാങ്ങിക്കിയത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അവർ UAE നിന്ന് വന്നുകൊണ്ട് ഒരു 10 ദിവസത്തെ ട്രിപ്പാണ്. അപ്പോൾ അവർ ഇന്നലെ കംബോഡിയയിൽ നിന്ന് ഇങ്ങോട്ട് വന്നു. വിയറ്റ്നാം വന്നു. വിയറ്റ്നാമിൽ 4-5 ദിവസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് ഡ്രസ്സ് കഴുകിയേ പറ്റത്തുള്ളൂ. അവരത് കഴുകിക്കൊണ്ടിരിക്കും. ഇതൊക്കെയാണ് വിയറ്റ്നാമിൻ്റെ ഉള്ളേരിയകളിൽ ഉള്ള കച്ചവടങ്ങളും കാര്യങ്ങളൊക്കെ. നാളേക്ക് പോകാനുള്ള ഒരു ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. നമ്മളെ ഗ്രൂപ്പ് ടൂറാണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. കോച്ചി ടണൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടണലുണ്ട്. വിയറ്റ്നാം വാറിലൊക്കെ ഇവർ ഉപയോഗിച്ചിരുന്നൊരു ടണലാണ്. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ഞാൻ നാളെ പറഞ്ഞുതരാം. അപ്പോൾ അതിന് ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു. രണ്ട് ബൈക്ക് ഞങ്ങളെടുത്തു. 4 പേരുണ്ട്. അപ്പോൾ ഞങ്ങൾ 2 ബൈക്കിൽ 4 പേരായിട്ട് പോവാണ്. എന്താ പറയുക, കേൾക്കുന്നുണ്ടോ അറിയില്ല, ഭയങ്കര സൗണ്ടും ബഹളമാണ്. പാർട്ടിയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് സൈഡിൽ മൊത്തം. അപ്പോൾ ഞങ്ങൾ മാർക്കറ്റിൽ പോവാണ്. ഒരു എന്താ പറയുക, ഒരു നൈറ്റ് മാർക്കറ്റാണ്. നമ്മുടെ എന്താ പറയുക, ഈ പാർട്ടിയും പല്ലിയും അതുപോലെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം കിട്ടുന്ന ഒരു മാർക്കറ്റാണ്. അവിടെ തന്നെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ഹെൽമെറ്റൊക്കെ വെച്ച് ഞങ്ങൾ പോവാണ് ബൈക്കിൽ. മാർക്കറ്റുകൾ കാണാൻ വേണ്ടി പോവാണ്. മാർക്കറ്റുകൾ കണ്ട് ഞങ്ങളിവിടെ തിരിച്ച് വരും നൈറ്റോടുകൂടി. അതായത് നാളെ രാവിലെയാണ് വേറെ ടൂർ. What's all this for? It's got me turned around, but I can't ignore the feelings that I found in this whole damn thing that we got going. You hold the strings
without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to find a way. നമ്മളിപ്പോൾ ബെങ് താങ് മാർക്കറ്റ് എന്ന് പറഞ്ഞൊരു മാർക്കറ്റിൽ വന്നിരിക്കുകയാണ്. ഈ മാർക്കറ്റ് രണ്ട് സൈഡാണ്, പുറത്തുകൊണ്ട് അകത്തുണ്ട്. അപ്പോൾ ഈ പുറത്തതിൻ്റെ യാത്രയെ തുറക്കത്തുള്ളൂ. ഇവിടെ റോഡാണ്, റോഡ് സൈഡിൽ. അകത്ത് രാവിലെ 7 മണി തൊട്ട് വൈകുന്നേരം 7 മണി വരെ ഉണ്ട്. നമ്മൾ 7 മണി കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ അതുകൊണ്ട് അത് ക്ലോസ്ഡാണ്. പക്ഷേ അതേപോലെ സംഭവങ്ങൾ പുറത്തുണ്ട്. അപ്പോൾ പുറത്ത് കാര്യങ്ങൾ കണ്ടുകൊണ്ടെടുക്കുക. ഭക്ഷണവും ഫുഡും ലെതർ ഐറ്റംസും ഡ്രസ്സും എല്ലാം ഉണ്ട്. നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സീ ഫുഡിൽ വന്നിരിക്കുകയാണ്, സീ ഫുഡ് റെസ്റ്റോറൻറ്റിലേക്ക്. അതിലൊരാൾ 8ാമത്തെ പ്രാവശ്യം വിയറ്റ്നാമിൽ വരണം. അതുകൊണ്ട് ആൾക്ക് കുറച്ച് ഐഡിയാസ് ഉണ്ട്. അപ്പോൾ ആളുടെ കൂടെ ഞങ്ങൾ ഒരു എന്താ പറയുക, ഒരു സീ ഫുഡ് റെസ്റ്റോറൻറ്റ് വന്നാൽ എനിക്ക് സീ ഫുഡ് അധികം പറ്റില്ല എങ്കിലും ഞാൻ നോക്കട്ടെ, വേറെ പോലെ നോർമൽ ഫിഷ് ഉണ്ടോ എന്ന് നോക്കട്ടെ. വലിയ കൊഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. What's all this for? It's got me turned around, but I can't ignore the feelings that I found in this whole damn thing that we got going. You hold the strings without me knowing. Why do I have to suffer through the thinking? Why do I have the feeling that we're sinking? I need to